ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് 04931200916. മാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കൂട്ടുംപാടം. നിലമ്പൂർ നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും നിലം നികത്തി കരഭൂമിയാക്കി മാറ്റിയതിൽ വൻ ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് പാലോളി മെഹബൂബ് ആരോപിച്ചു. ഇത് സമഗ്രമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭയിലെ ഉടമസ്ഥയിലുള്ള ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം തെളിയിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം താലൂക്ക് സർവേ ഓഫീസർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2016 മുതൽ 2025 വരെ കാലയളവിൽ നിലമ്പൂർ നഗരസഭയുടെ ഈ പറയുന്ന ജ്യോതിപ്പടി, അതുപോലെ തന്നെ ബൈപ്പാസ് റോഡിന്റെ ഭാഗം, കീർത്തിപ്പടി, മിനർവപ്പടി, ജനതപ്പടി, അതുപോലെ തന്നെ വല്ലപ്പുഴ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിലമായി കടന്നിരുന്ന ഭൂമി കരഭൂമിയാക്കി ക്രമവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ ഒത്താശയോടുകൂടി നഗരസഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കോക്കസ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വ്യാപകമായ രീതിയിലുള്ള ക്രമക്കേടും അഴിമതിയുമാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും റവന്യൂ ഭൂമി കയ്യേറിയിട്ടുണ്ട്. അത് അവർക്ക് വ്യക്തികൾക്ക് അനുകൂലമായി നിലപാടുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിച്ചഭൂമി ഇതുപോലെ കയ്യേറി മിച്ചഭൂമിയായി കിടക്കുന്ന പ്രദേശം ക്രമവൽക്കരിച്ച് അത് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ജ്യോതിപ്പടിയിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കയ്യേറിയതായി താലൂക്ക് സർവേ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുകയാണ്. 2024 ഡിസംബറിൽ നഗരസഭാ സെക്രട്ടറി ഇത് മറച്ചുവെച്ച് സ്വകാര്യ ഭൂ ഉടമയ്ക്ക് അനുകൂലമായി കയ്യേറ്റം ഒഴിപ്പിച്ചതായി കാണിച്ച തഹസിൽദാർക്ക് നൽകിയ കത്തിന് പിറകിൽ ലക്ഷങ്ങളുടെ അഴിമതിയുണ്ട്. നഗരസഭാ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻമാർക്കും റവന്യൂ ഉദ്യോഗസ്ഥർക്കുമുള്ള പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. നഗരസഭാ സെക്രട്ടറിയുടെ കത്ത് റദ്ദ് ചെയ്താൽ മാത്രം പോരാ, ഹൈക്കോടതിയിൽ നഗരസഭയുടെ അഭിഭാഷകൻ വിവരം അറിയിക്കണം. ഇല്ലെങ്കിൽ സർക്കാരിന് ലഭിക്കേണ്ട 80 ലക്ഷത്തോളം രൂപ നഷ്ടമാകുമെന്നും 2016 മുതൽ 2025 വരെ ജ്യോതിപ്പടി, നിലമ്പൂർ ബൈപ്പാസ്, കീർത്തിപ്പടി, ജനതപ്പടി, വല്ലപ്പുഴ, വെളിയന്തോട് തുടങ്ങി പല സ്ഥലങ്ങളിലും ഇത്തരം ഭൂമി തരംമാറ്റൽ അഴിമതി നടന്നിട്ടുണ്ട്. റവന്യൂ ഭൂമിയും മിച്ചഭൂമിയും സ്വകാര്യ വ്യക്തികൾക്ക് ക്ലിയറൻസ് നൽകിയതിലെ ക്രമക്കേടും ലക്ഷങ്ങളുടെ അഴിമതിയും അന്വേഷിക്കണമെന്നും ബന്ധപ്പെട്ടവർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പാലോളി മെഹബൂബ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. പോത്തുകല്ലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകല്ലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ. സാറ ഗോൾഡൻ ഡയമണ്ട്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പോത്തുകൽ. ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ്